നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള ഹൈക്കോടതിയുടെ മുന്നിലാണ്. ഇവിടെ നമ്മൾ വളരെ സാഹസികമായിട്ട് ഒരാളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആളാരാണെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളൂ. മറ്റാരുമല്ല, മുല്ലപ്പെരിയാർ സമരനായകനും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ള സേവ് കേരള ബ്രിഗേഡിയറിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള റസൽ ജോയ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. സർ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾക്ക് വെള്ളം വേണം എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി മുട്ടിലഴഞ്ഞ് തിരുവനന്തപുരത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്ന് കാലെ പിടിച്ച് സംസാരിക്കണം. പ്രതികരണ ശേഷിയില്ലാത്ത ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു ഡാമാണ്. ഇത് പൊളിച്ചു മാറ്റണം ഇമ്മീഡിയറ്റ് ആയിട്ട്. തമിഴ്നാടിന് വെള്ളം വേണമെങ്കിൽ അവർ കണ്ടെത്തിക്കോളും. കേരള സർക്കാർ ഇനി ഈ 4 കോടി ജനങ്ങളുടെ ജീവൻ വച്ചിട്ട്, ഈ നാടിൻ്റെ പ്രകൃതിയെ വെച്ചിട്ട്, നാടിൻ്റെ സംസ്കാരം, ഭാഷ എല്ലാം വച്ചിട്ട് കളിക്കാനുള്ള നേരമൊക്കെ കഴിഞ്ഞു. സാർ, ഇപ്പോൾ മുല്ലപ്പെരിയാറിനൊരു അപകടം സംഭവിച്ചാൽ എല്ലാ ജനങ്ങളും കരുതുന്നത് വെള്ളത്തിലാകുമെന്നുള്ള വിഷയം മാത്രമാണ്. ആ ഒരു വിഷയത്തിലാണ് എല്ലാവരും ബോധോടായിരിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല സംഭവിക്കാൻ പോകുന്നത്. അതിലുപരി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതെന്തൊക്കെയാണ്? മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്രയും ഫാക്ടറികളില്ല. ഇന്ന് കേരളത്തിൽ ചെറുതും വലുതുമായിട്ട് 2 ലക്ഷത്തോളം ഫാക്ടറികളുണ്ട്. അതിൽ 1 ലക്ഷത്തോളം ഫാക്ടറികൾ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിലുള്ള ജില്ലകളിൽ 6 ജില്ലകളിൽ ആണുള്ളത്. ഏകദേശം 1 ലക്ഷത്തോളം ചെറുതും വലുതുമായ ഫാക്ടറികളുണ്ട്. അതിൽ ആയിരക്കണക്കിന് ഫാക്ടറികൾ കെമിക്കൽ ഫാക്ടറീസാണ്. ഈ കെമിക്കൽ ഫാക്ടറീസിൽ വിഷവാതകങ്ങളായ മീഥെയ്ൻ, ബെൻസീൻ, ഈഥെയ്ൻ, പിന്നെയുണ്ട് വിഷവാതകങ്ങൾ. എല്ലാത്തിൻ്റെ പേരും ഇവിടെ പറയുന്നില്ല. ഈ വിഷവാതകങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ഫാക്ടറികളുണ്ട്. അതിൽ ഒരു ഫാക്ടറി തകർന്നാൽ ഭോപ്പാൽ ട്രാജഡി പോലെ കേരളത്തിലെ ജനങ്ങൾ വീഴും. കാറ്റടിക്കുന്നിടത്തൊക്കെ വീഴും. ഭോപ്പാൽ ട്രാജഡി നമ്മുടെ മുമ്പിലുള്ള ഒരു ദുരന്ത കാഴ്ചയാണ്. അതിനേക്കാളും സിവിയർ ആയിരിക്കും. പിന്നെ ഇൻഫ്ലാമബിൾ ഗ്യാസസ് ഉണ്ട്, കത്തുന്നതുണ്ട്. കത്തുന്നത് ഏവിയേഷൻ ഫ്യൂവൽ എയർപോർട്ടിലുണ്ട്, LPG ടെർമിനൽ പുതുവൈപ്പിലുണ്ട്, പിന്നെ പെട്രോൾ പമ്പുകളുണ്ട്. മൂവിങ് ട്രക്സിൽ കൊണ്ടുവന്ന നമ്മൾ ലോറി പോകുമ്പോൾ കാണാം ഇൻഫ്ലാമബിൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ കത്തുന്ന വാതകങ്ങളും ദ്രാവകങ്ങളും ഉണ്ട്, ഒരുപാടുണ്ട്. നമ്മുടെ വീട്ടിലെ ഗ്യാസ് കുറ്റി അടക്കം കത്തുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കേരളം നിന്ന് കത്തും. കേരളം ഒരു തീഗോളമായിട്ട് മാറും. ലോകത്തുള്ള മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഏത് ബോംബിനേക്കാളും അതിശക്തമായ പ്രഹരമായിരിക്കും മുല്ലപ്പെരിയാർ ഡാം എന്ന ബോംബ് നമുക്ക് നൽകുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, എന്നെ കേൾക്കുന്ന ഒരു 10-40 വയസ്സിന് മേലെയുള്ള ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് അവരുടെ മുന്നേയുള്ള തലമുറ ഒരു ജീവിതം കൊടുത്തിരുന്നു. അതേ ജീവിതം തന്നെ അവരുടെ കുഞ്ഞുമക്കൾക്കും അവരുടെ മക്കൾക്കും കൊടുക്കാനുള്ള ആർജവം, ധൈര്യം, ഈ ഡാമിനെ പ്രതിരോധിക്കാനുള്ള ശക്തി അവർക്കുണ്ടാവണം. നമ്മളല്ലാതെ ലോകത്ത് ഏതെങ്കിലും ഒരു ജനത ഈ 130 വർഷം പഴക്കമുള്ള പഴകി ദ്രവിച്ച ഒരു ഡാം ചുമന്നുകൊണ്ട് നിൽക്കുമോ? ഒന്ന് ആലോചിക്കണം. എന്നോട് കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൗഡജി എന്നോട് ചോദിച്ചത് ആ ചോദ്യമാണ്. ഞാനത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചത്, നിങ്ങൾ എന്ത് തരത്തിലുള്ള ജനങ്ങളാണ് ഈ ഡാമും തലയിൽ വെച്ച് നിൽക്കുന്നത്? ഞങ്ങൾ കാവേരി വിഷയത്തിൽ കർണാടകത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? ഞങ്ങൾക്ക് ജീവൻ്റെ പ്രശ്നമൊന്നുമില്ല. കർണാടകക്കാർക്ക് ജീവൻ്റെ പ്രശ്നമൊന്നുമില്ല. ജീവൻ്റെ പ്രശ്നമുള്ളത് കേരളത്തിലെ ആൾക്കാരാണ്. നിങ്ങൾ എന്ത് തരം ജനങ്ങളാണെന്നാണ് മുൻ പ്രധാനമന്ത്രി എന്നോട് ചോദിച്ചത്. അവർ മേഘദാട്ട് പദ്ധതി കൊണ്ടുവന്നിട്ടില്ലേ? കർണാടകത്തിൽ പുതിയൊരു അണക്കെട്ടാണ്. ഞാൻ പറയണത്, നമുക്ക് കാവേരി വാട്ടർ ട്രൈബ്യൂണൽ കാവേരി ജലത്തിൻ്റെ ഒരു ഷെയർ കേരളത്തിന് വിധിച്ചിട്ടുണ്ട്. നാളിതുവരെ ആ വാട്ടർ ഷെയർ തമിഴ്നാട് തന്നിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മേഘദാട്ട് പദ്ധതിയെ പിന്തുണയ്ക്കണം. കർണാടകത്തിലെ മേഘദാട്ട് പദ്ധതിയെ പിന്തുണയ്ക്കണം.
കാരണം ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു ഡാമും തലയിൽ വെച്ചിട്ട് അവർ പറയാണ്, നമ്മുടെ മരണ വാറണ്ടായിട്ട് ഒരു ഡാമും തലയിൽ വെച്ചിട്ട് അവർ പറയാണ് ഞങ്ങൾ 142 നിന്ന് ജലനിരപ്പ് 152 അടിയിലേക്ക് കൂട്ടും. അത്തരം ഒരു സർക്കാരിനോടും നമ്മളെന്ത് ദയ കാണിക്കേണ്ടത്? നമുക്ക് എന്തെങ്കിലും ഒരു ദയവ് നമ്മളോട് കരുണ എങ്കിലും അവർ കാണിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ മേഘാഡട്ട് പദ്ധതിയെ പിന്തുണയ്ക്കണം. നമുക്ക് തരാനുള്ള കാവേരി വാട്ടർ ഷെയർ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഇടുക്കിയിലേക്ക് തുറന്നുവിടാൻ പറയണം. നമ്മൾ അർഹതപ്പെട്ടതാ ചോദിക്കുന്നുള്ളൊരു വിധിയുണ്ട് നമുക്ക് അനുകൂലമായിട്ട്. ആ കാവേരി വാട്ടർ ഷെയർ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് വന്നാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ക്ഷാമത്തിനൊരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ മൂലമറ്റം പവർ സ്റ്റേഷനും വെച്ചുകൊണ്ട് വെറുതെ ഇരിക്കുന്നു വെള്ളമില്ലാത്ത കാരണം. നമുക്കാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് 100 രൂപ അടയ്ക്കേണ്ട അടുത്ത് 2000 രൂപ അടയ്ക്കേണ്ട അവസ്ഥ. മനസ്സിലായോ? ഈ മുല്ലപ്പെരിയാർ വെള്ളം തന്നെ തമിഴ്നാട്ടിലേക്ക് കൊടുക്കണമെന്ന് എന്താ നിർബന്ധം? 130 വർഷം കൊടുത്തില്ലേ? മതിയില്ലേ ഇനി? തമിഴ്നാട്ടുകാർക്ക് വെള്ളം വേണമെങ്കിൽ തമിഴ്നാട്ടുകാർ ഓൾട്ടർനേറ്റീവ് സോഴ്സ് കണ്ടുപിടിക്കണം. വെള്ളമില്ലാത്ത രാജ്യങ്ങളാണല്ലോ തമിഴ്നാട്, ബഹ്റിൻ, ദുബായ് എല്ലാം. അവർ വെള്ളം കണ്ടെത്തുന്നില്ലേ? അവിടുത്തെ ജനങ്ങളെല്ലാം വെള്ളം കുടിക്കാണ്ട് മരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത രാജ്യങ്ങൾ പോലും അവരുടെ വാട്ടർ സോഴ്സസ് ജനങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഡാം 130 വർഷം പഴക്കമുള്ള ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്ത് നിൽക്കുന്ന ഈ ഡാമും വെച്ചുകൊണ്ടാണോ ഇനി തമിഴ്നാട്ടുകാർ വെള്ളം കുടിക്കാൻ പോകുന്നത്? ഈ കാലഘട്ടത്തിൽ ഇവിടെ ക്ലൗഡ് സീഡിങ്ങിൻ്റെ സമയം, മഴ വേണമെങ്കിൽ പെയ്യിക്കാം. മനസ്സിലായി? എവിടെ വേണമെങ്കിലും മഴ പെയ്യിക്കാവുന്ന രീതിയിൽ ശാസ്ത്രം വളർന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ മരണ വാറണ്ടായിട്ട് ഇത് വേണം, ഇത് പൊളിച്ചു കളയണം. ഞാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്, ഈ ഡാം പൊളിച്ചു കളയണം. ആ കേസിലാണ് റീസെൻ്റായിട്ട് ഒരു ഉത്തരവ് വന്നത്. ഇത് പൊളിച്ചു കളയാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ തമിഴ്നാട് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി 2 കാര്യങ്ങളെ പരിഗണിച്ചുള്ളൂ. ഒന്ന് 130 വർഷത്തെ പഴക്കം, 2 ഇത് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാം. കേരളം ഇന്ന് സീസ്മോളജിസ്റ്റുകളുടെ പഠന ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ 3rd സോണിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് 3rd സോൺ എന്ന് വെച്ചാൽ ഭൂകമ്പ സാധ്യതയുടെ കാര്യത്തിൽ റെഡ് സോണാണ്. ഇവിടെ എവിടെ വേണമെങ്കിലും റിക്ടർ സ്കെയിലിൽ 7+ വരുന്ന 7 അതിലധികമോ വരുന്ന ഭൂകമ്പത്തിന് സാധ്യതയുണ്ട്. ഇപ്പം തന്നെ 240 ഭൂകമ്പങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് സുപ്രീം കോടതിയിൽ ഹാജരായി. വെറുതെ ഒന്നുമല്ല സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പറഞ്ഞത്, ഒരു ഡയറക്ഷൻ കൊടുത്തത്. ഫൈനൽ വെർഡിക്റ്റ് ഒന്നുമല്ല, ഒരു ഇനീഷ്യൽ ഒരു ഇൻ്ററിം ഓർഡറാണ്. അതിലങ്ങനെ പറഞ്ഞത് എന്താണ്? 240 ഭൂകമ്പങ്ങൾ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ. ഈ അടുത്ത ദിവസം PGയിൽ ഭൂകമ്പം ഉണ്ടായി അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ വിണ്ട് കീറിയിരിക്കണ നമ്മൾ TV കണ്ടില്ലേ? അവിടെ ഞാൻ കണ്ടത് ആ കെട്ടിടങ്ങൾ വിണ്ട് കീറിയിരിക്കുന്നതല്ല, അവിടുത്തെ കുഞ്ഞുമക്കളുടെ മുഖത്തുള്ള ദൈന്യതയാണ് ഞാൻ കണ്ടത്. അവർക്ക് ഒരക്ഷരം സംസാരിക്കാൻ അവർ ഈ മുതിർന്നവർ പറയുമ്പോൾ വീട്ടിലിരുന്നും നാട്ടിലിരുന്നും ഒക്കെ പറയുന്നത് ഈ കൊച്ചുകുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരടക്കാണ് ഉള്ളിൽ, ആ ഭീതി അവരുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഭൂകമ്പം ഉണ്ടായി. അതൊക്കെ എൻ്റെ 240 ഇല്ല കേട്ടോ, അതൊക്കെ എക്സ്ട്രാ ആണ്. ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന ആ ഭൂകമ്പത്തിൻ്റെ റിപ്പോർട്ടിൽ ഏറ്റവും വലിയ ഭൂകമ്പത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് 4.1 ആണ്. ഈ 4.1 മാഗ്നിറ്റ്യൂഡ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിസിനിറ്റിയിൽ സംഭവിച്ചാൽ നമുക്കിവിടെ ഇരുന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളുണ്ടാവില്ല, പിന്നെ എങ്ങനെ വീഡിയോ ചെയ്യുന്നത്? അപ്പോൾ അതാണ് സിറ്റുവേഷൻ. ഇതൊരു വലിയ ഗ്രേവ് സിറ്റുവേഷനാണ്. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാടില്ല, ജനങ്ങളില്ല, ഒന്നുമില്ല. കേരളം മൊത്തത്തിലൊരു തീഗോളം. കൊച്ചിനോയിൽ റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ പോരെ നമ്മളെല്ലാം കത്തിക്കാൻ. കടലിലേക്ക് വന്നാൽ കടൽ തിരിച്ചു കൊണ്ടുവരും. പുല്ല് പോലും പിന്നെ ഇവിടെ മുളയ്ക്കുമോ? അങ്ങനെ ഒരു ക്രൂഡ് ഓയിൽ അവിടെ മാത്രമാണ് ഉള്ളത്, പെട്രോൾ അവിടെ മാത്രമേ ഉള്ളത്, ഡീസൽ അവിടെ മാത്രമേ ഉള്ളത്, മണ്ണെണ്ണ അവിടെ മാത്രമാണ് ഉള്ളത്. എല്ലായിടത്തും ഇല്ല കേരളത്തിൻ്റെ ഒട്ടാകെ. ഇതെല്ലാം പുറത്തേക്ക് വന്നാലുള്ള സ്ഥിതി എന്താണ്? ഇതൊരു വെള്ളം ഒഴുകിപ്പോയി. ചില ആളുകൾ പറയും ഞങ്ങൾ കാസർഗോഡാണ്, ഇങ്ങോട്ടൊന്നും ഈ വെള്ളം വരത്തില്ല. വെള്ളം വരുന്നതാണ് ഒരു ചിന്ത. ഈ ഡാം 1924 തകർന്നതാണ് ഭാഗികമായിട്ട്. മുല്ലപ്പെരിയാർ ഡാം 1924. 1924 എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാവില്ല. പക്ഷേ അവർ 99 വെള്ളപ്പൊക്കം എന്ന് കേട്ടിട്ടുണ്ട്. 99 എന്ന് പറയുന്നത് മലയാള വർഷമാണ്. ഇംഗ്ലീഷ് വർഷത്തിൽ 1924 അന്ന് ഭാഗികമായി 2 സ്ലൂയിസ് ഗേറ്റുകൾ മുല്ലപ്പെരിയാർ ഡാമിലെ തകർന്നിട്ട് കേരളം മുഴുവനും നശിച്ചുപോയതാണ്. 99 വെള്ളപ്പൊക്കത്തിൻ്റെ തീവ്രത മരിച്ചവർക്ക് കയ്യും കണക്കൂല.
അതുകൊണ്ട് അവരുടെ മരണവിവരങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. സർക്കാർ രേഖപ്പെടുത്തി വെച്ചാൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ജനങ്ങൾ പിന്നെ മുല്ലപ്പെരിയാർ ഡാം വെച്ചുകൊണ്ടിരിക്കുമോ? പിന്നെ വെച്ചുകൊണ്ടിരിക്കുമോ? അത് പേടിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഡാറ്റാസും സർക്കാരിൻ്റെ കയ്യിലില്ല. അതെല്ലാം സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ അറിയണമായിരുന്നു. ഇത് 1924 മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഭാഗികമായ തകർച്ച കൊണ്ട് കേരളത്തിൽ എന്ത് സംഭവിച്ചു? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളം മുഴുവനും നശിച്ചു. കാസർഗോഡെന്നോ കണ്ണൂരെന്നോ കോഴിക്കോടെന്നോ തിരുവനന്തപുരമെന്നോ വ്യത്യാസമില്ലാതെ സകലതും നശിച്ച്. മഴയുണ്ടായിരുന്നു, പ്രളയമുണ്ടായിരുന്നു, അത് വിസ്മരിക്കുന്നില്ല. എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഇപ്പോഴും ഉണ്ടല്ലോ. മഴയുണ്ട്, പ്രളയമൊക്കെ ഉണ്ടല്ലോ. മുല്ലപ്പെരിയാർ ഡാം മാത്രമേ തകരാതെ നിൽക്കുന്നുള്ളൂ. ഇനി ഈ മഴക്കാലത്ത് പ്രളയകാലത്ത് മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അന്ന് പാർഷ്യലായിട്ട് തകർന്നിട്ട് ഇത്രയും സംഭവിച്ചുവെങ്കിൽ ഫുള്ളായിട്ട് തകർന്നാലുള്ള അവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ ഭാവനയിൽ നിൽക്കുമോ? ഇതൊരു AI പ്രസൻറ്റേഷനായിട്ട് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ഈ 1924 ഈ പ്രളയവും മുല്ലപ്പെരിയാറിൻ്റെ ഭാഗിക തകർച്ച ചിത്രീകരിക്കാനായിട്ട് ഞാൻ ഒരാളോട് പറഞ്ഞിട്ട് വേണ്ട സാറേ എന്നാണ് പറയുന്നത്. പേടിച്ചുപോയി, പേടിച്ചുപോയി, ഭയന്നുപോയി. വേണ്ട സാറേ ഞാനില്ല എന്ന്. മനസ്സിലായോ? ചിത്രീകരിക്കുന്ന ആളുകൾക്ക് പോലും ഇതിൻ്റെ ഭവിഷ്യത്ത്, അതെവിടെ ശരിക്കുള്ള ഭവിഷ്യത്തിൻ്റെ 1000-ൽ-1 അംശം പോലും ഇല്ല. അത് കണ്ടിട്ടൊരു മനുഷ്യൻ ഭയന്നു പോയെങ്കിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക? ഇത് ഒരു ഉത്തരവ് കൊണ്ട് താങ്ങി നിർത്തിയിരിക്കുന്ന ഡാമെന്ന ആണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. അതല്ല, പ്രതികരണശേഷിയില്ലാത്ത ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു ഡാമാണിത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ദുരന്ത സാധ്യത മനസ്സിലാക്കിയാൽ ഈ വിഷയത്തിന് 90% പരിഹാരമായി. പിന്നെ എനിക്ക് ബാക്കി 10% എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ ഞാൻ കേരള മുഖ്യമന്ത്രിയെ ഈ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടു. കേരള സർക്കാർ എൻ്റെ കേസിൽ, സേവ് കേരള ബ്രിഗേഡ് കൊടുത്ത കേസിൽ എന്താണ് സത്യവാങ്മൂലം കൊടുക്കേണ്ടത് എന്ന് എഴുതി കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു. ഞാൻ എഴുതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കേരളം എന്ത് സുപ്രീം കോടതി പറയണം എന്നുള്ളത് ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് സുപ്രീം കോടതി ഹാജരാക്കിയാൽ മതി കേരള സർക്കാർ, വേറെ എഫേർട്ടൊന്നും എടുക്കണ്ട. മനസ്സിലായോ? കേരള സർക്കാർ ഇനി ഈ 4 കോടി ജനങ്ങളുടെ ജീവൻ വെച്ചിട്ട്, ഈ നാടിൻ്റെ പ്രകൃതിയെ വെച്ചിട്ട്, നാടിൻ്റെ സംസ്കാരം, ഭാഷ എല്ലാം വെച്ചിട്ട് കളിക്കാനുള്ള നേരമൊക്കെ കഴിഞ്ഞുപോയി. ഇനി എല്ലാ പരിഗണനയിലും പോയിട്ട്, പണ്ട് ജയലളിത പറഞ്ഞ പോലെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം പൈസ മേടിച്ചിട്ട് അങ്ങോട്ടൊന്നും ആരും ഇനി പോകണ്ട. മേടിച്ചവരൊക്കെ മേടിച്ച് സമ്പന്നരാകേണ്ടവരൊക്കെ സമ്പന്നരായി. അതൊന്നും അന്വേഷിക്കാൻ ആരും പോട്ടെ. ഇനി ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷനാണ് വേണ്ടത്. നമ്മളെന്തിനാണ് തമിഴ്നാടിനെ പേടിക്കുന്നത്? തമിഴ്നാടിനെ നമ്മളെന്തിനു പേടിക്കണം? അവർക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് അവരൊന്ന് പറയട്ടെ. ഇവിടെ ഇരുന്നുകൊണ്ടാണ് കുറേ ആൾക്കാർ പറയുന്നത് ടണലിട്ട് വെള്ളം കൊടുക്കാം, ഡാം പണിത് വെള്ളം കൊടുക്കാം. ഇവിടെ ഇരുന്നുകൊണ്ട് ഇതൊന്നും തമിഴ്നാട് കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് പറയാണ് ടണലിട്ട് കൊടുക്കാം. ടണലിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? 999 വർഷത്തെ കരാർ നിലനിർത്തണം. അതിനാ. മനസ്സിലായോ? നമുക്ക് ഇനി എന്താണ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്ന് നമ്മളല്ല പറയേണ്ടത്. ഞങ്ങൾക്ക് വെള്ളം വേണം എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി മുട്ടിലഴഞ്ഞ് തിരുവനന്തപുരത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്ന് കാലെ പിടിച്ച് സംസാരിക്കണം. അവർക്കല്ല വെള്ളം ആവശ്യമുള്ളത്. നമ്മളാണ് അവിടുന്ന് ടണലിട്ടും ഡാം പണിതും കൊടുക്കേണ്ടവർ. അവരാണ് പറയേണ്ടത് ഏത് മാർഗത്തിലൂടെ ഞങ്ങൾക്ക് വെള്ളം വേണം, ഞങ്ങൾ സഹായിക്കണം, ഞങ്ങളുടെ 5 ജില്ലകൾ വരൾച്ചയിലാണ്, ജനങ്ങൾക്ക് എല്ലാം നുണയാണ്. അത് വേറെ കാര്യം. അത് പോട്ടെ. നുണയാണ് മൊത്തം. ഈ നുണ പറഞ്ഞാണ് സുപ്രീം കോടതിയിൽ, ഈ കള്ളം പറഞ്ഞിട്ടാണ് സുപ്രീം കോടതിയെ നാളിതുവരെ അവർ മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതെ. അപ്പോൾ ഈ നുണയൊന്നും ഇനി ഏൽക്കത്തില്ല. മനസ്സിലായോ? ലോകത്തിപ്പം അമേരിക്കയിൽ 100 ഡാംസാണ് ഡീകമ്മീഷൻ ചെയ്തത്. 2025 100 ഡാംസാണ് അമേരിക്കയിൽ ഡീകമ്മീഷൻ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബോധമുള്ളവരൊക്കെ അണക്കെട്ട് പൊളിച്ചു കളയാണ്. ഇവിടെ ഈ 130 വർഷം പഴക്കമുള്ളത് ഈ നാട്ടിലെ പ്രബുദ്ധ ജനത തലയിലും വെച്ചുകൊണ്ട് നടക്കുന്നു. മനസ്സിലായോ? ഇത് പൊളിച്ചു മാറ്റണം ഇമ്മീഡിയറ്റ് ആയിട്ട്. തമിഴ്നാടിന് വെള്ളം വേണമെങ്കിൽ അവർ കണ്ടെത്തിക്കോളും. ഇനി അഥവാ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ടാക്കി ഡാമാണോ എന്തായെങ്കിലും ആക്കി. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തന്നെ വെള്ളം കൊടുക്കണമെന്നില്ല, വേണം. ഇനിയിപ്പോൾ അതിനൊന്നും ഞാൻ പറയാൻ ആളുമല്ല, ഒന്നുമല്ല. അത് തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയാണ് പറയേണ്ടത്. ഇനിയിപ്പോൾ
ഏതെങ്കിലും രീതിയിൽ വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചാൽ വെള്ളത്തിന് പൈസ മേടിക്കണം. മനസ്സിലായോ? അവർ 50,000 കോടി രൂപ കൃഷിയിൽ നിന്നുണ്ടാക്കുന്ന 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു, വീടാന്തരം വെള്ളം കൊടുത്ത് മീറ്റർ വെച്ചിട്ട് പൈസ വാങ്ങുന്നു, ഇൻഡസ്ട്രിക്ക് കൊടുത്ത് പൈസ വാങ്ങുന്നു. അങ്ങനെ ഒരു ഗതിയില്ലാതെ കിടന്ന തമിഴന്മാർ ഈ നാട്ടിൽ വന്നാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? ഈ നാട്ടിൽ വന്നുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. അവരിപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല. മനസ്സിലായോ? കാരണം നമ്മുടെ വെള്ളത്തിൽ നിന്ന് അവർ ഇന്ത്യയിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞു. ഇന്ന് എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളും തമിഴ്നാട്ടിലേക്ക് ഓടിച്ചെല്ലുന്നു. കാരണം എന്താണ്? നമ്മുടെ വൈദ്യുതി അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, നമ്മുടെ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, നമ്മുടെ വെള്ളം എടുത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. സകല വ്യവസായങ്ങളും സകല ഇൻവെസ്റ്റേഴ്സും തമിഴ്നാട്ടിലേക്ക് പോകുന്നു. തമിഴ്നാട് ഇന്ന് 3ാമത്തെ സാമ്പത്തിക ശക്തി ആയിട്ടുണ്ടെങ്കിൽ നാളെ അടുത്ത വർഷം 1ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും നമ്മുടെ ചെലവിൽ. എന്നിട്ടും ഇവിടെയുള്ള ആളുകൾക്ക് നേരം വെളുത്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ആർക്കെങ്കിലും നേരം വെളുത്തോ? ഈ തെരുവിൽ ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു മലയാളിയെ കണ്ടാൽ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് എന്താ അഭിപ്രായം, അത് പൊട്ടുവോ ചേട്ടാന്ന് ചോദിച്ചാൽ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയോ? ഏയ് ആ ഒരൊറ്റ ഡയലോഗിൽ എല്ലാം ഉണ്ട്. ഈ വിഡ്ഢികൾ എങ്ങനെ മരിക്കും എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രമാണ് ആ ഡയലോഗ്. മനസ്സിലായി? ഇവർ മാറണം. ഇവർ മാറിയാൽ തന്നെ ഈ പ്രശ്നത്തിന് ഞാൻ പറഞ്ഞില്ലേ 90% പരിഹാരമായി. പിന്നെ 10% ഞാൻ ചെയ്തോളാം, അതെനിക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ള നിയമ അറിവ് എനിക്കുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയാം, റൂൾ ഓഫ് ലോയിനെ കുറിച്ച് അറിയാം. ഇവർ പറയണത് എന്താണ്? തമിഴ്നാട്ടിൽ മലയാളികളെ കൊല്ലും അടിക്കും എന്നൊക്കെയാണ്. തൊടത്തില്ലല്ലോ. ഇവിടെ ഒരു മുഖ്യമന്ത്രി വേണം, ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി വേണം, ഇവിടെ ഒരു സർക്കാർ വേണം. തൊടത്തില്ലല്ലോ. ഇന്ത്യയിൽ അതിനുള്ള നിയമമുണ്ട്. ആരെങ്കിലും മലയാളിയെ തമിഴ്നാട്ടിലൊന്നല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും ആക്രമിച്ചാൽ അയാൾക്കുണ്ടായ നഷ്ടപരിഹാരം ആ ഗവൺമെൻറ്റിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ട്. ഇവിടെ ഒരു നല്ലൊരു മുഖ്യമന്ത്രി വേണം. ഭാഗ്യവശാൽ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചതുകൊണ്ട് മനസ്സിലായ കാര്യമാണ്. അതുപോലെ തന്നെ ഒരു മലയാളി വേറൊരു സ്റ്റേറ്റിൽ ആക്രമിക്കപ്പെട്ടാൽ ആരാണോ ആക്രമിച്ച അവിടുത്തെ ആക്രമിച്ചവന്മാരെ തുറുങ്കിലടക്കാൻ ഈ രാജ്യത്ത് റൂൾ ഓഫ് ലോ ഉണ്ട്, നിയമമുണ്ട്. അത് ചെയ്യേണ്ടത് കേരളത്തിലെ സർക്കാരാണ്. നാളിതുവരെ കേരള സർക്കാർ ചെയ്തിട്ടില്ല. ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ഈ വിവരം പറഞ്ഞതാണ്. ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞതാണ് ലോകം മുഴുവനും മലയാളികൾ ആക്രമിക്കപ്പെടുമെന്ന്. ഈ ലോകം മുഴുവനൊന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, യൂറോപ്പിൽ ആക്രമിക്കപ്പെടുമോ മലയാളി? ഇല്ല. കാരണം എന്താ? അവിടുത്തെ ഗവൺമെൻറ് ശക്തമായ നടപടികൾ എടുക്കും. അമേരിക്കയിൽ ആക്രമിക്കപ്പെടുമോ? തമിഴ്നാട്ടുകാർ മലയാളിയെ ആക്രമിക്കുമോ? ഇല്ല. ശക്തമായ നിയമങ്ങൾ കൊണ്ട് അടിച്ചൊതുക്കും. അപ്പോൾ മലയാളിയെ തമിഴ്നാട്ടിലും എവിടെയെങ്കിലുമൊക്കെ ആക്രമിക്കുന്നുണ്ട്, അവരുടെ സ്വത്തുവകകൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഉത്തരവാദി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിലെ സർക്കാരാണ്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. കഴിവുള്ള സർക്കാരുകളെ തിരഞ്ഞെടുക്കണേ. നിങ്ങൾ ഈ ഓട്ടുകുത്തി യന്ത്രങ്ങളായി നടക്കരുത്. നിങ്ങൾ വോട്ട് ചെയ്യുന്നവർ നിങ്ങളെ ഭരിക്കാൻ പ്രാപ്തരാണോ എന്നറിഞ്ഞിട്ട് വോട്ട് ചെയ്യണം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇനിയൊന്ന് ആക്രമിക്കാൻ എനിക്ക് മുഖ്യമന്ത്രിയും വേണ്ട, സർക്കാരും വേണ്ട. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആക്രമിച്ചവരൊക്കെ നിലക്ക് നിർത്താൻ ഒരു വ്യക്തിക്ക് എനിക്ക് സാധിക്കും. അതിന് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നെ ഹെൽപ്പ് ചെയ്യും, ഇന്ത്യയിലെ നിയമവാഴ്ച എന്നെ സഹായിക്കും.